ഇത് ദേവസ്വം ബോർഡിനെ വല്ലാതെ ഒരു സംശയ മുനയിൽ നിർത്തിയ ഒരു സംഭവമായിരുന്നു. ഇപ്പോൾ ആ ആരോപണം ഉന്നയിച്ച ആളുടെ തന്നെ ബന്ധുവീട്ടിൽ നിന്ന് ഈ പീഠം കണ്ടെത്തുക, ഇത് എന്തിനായിരുന്നു ഇങ്ങനൊരു നാടകം എന്നതാണല്ലേ? അയ്യപ്പ സംഗമത്തെ അപമാനിക്കാനും ആക്രമിക്കാനും ദേവസ്വം ബോർഡിനെ തകർക്കാനും കടുത്ത ഗൂഢാലോചന നടക്കുന്ന ഒരു കാലത്താണ് ഈ വിഷയവും ഉയർന്നു വന്നത്. ബഹുമാനപ്പെട്ട കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആക്ഷേപം വരികയോ പരാതി വരികയോ ചെയ്തോ അതോ സ്വമേധയാ മുന്നോട്ട് പോയെന്നറിയില്ല. എപ്പോഴും ദേവസ്വം ബോർഡിൽ എന്തോ തെറ്റായി നടക്കുന്നു, ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ അഴിമതിക്കാരാണ് എന്ന മുൻവിധിയോടുകൂടിയാണ് നമ്മുടെ നാട്ടിൽ പല ആഖ്യാനങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. കോടതിയിൽ നിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടായതും അത്തരം ആഖ്യാനങ്ങൾക്ക് ബലം നൽകി. സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? അവിടെ ദ്വാരപാലക ശില്പങ്ങൾ അവിടെ സംഭാവനയായി നൽകിയ ഒരു ഭക്തനുണ്ട്. ആ ദ്വാരപാലക ശില്പങ്ങളുടെ സൈഡിലുള്ള സ്വർണ്ണപ്പാളി അത് സ്വർണം പൂശി അവിടെ ഏൽപ്പിക്കാൻ കരാർ പ്രകാരം ഒരു കമ്പനിയെ തന്നെ ചുമതലപ്പെടുത്തുകയും അതിന് ഗ്യാരണ്ടി ഉള്ളതുമാണ്. അവരത് സ്ഥാപിക്കുന്നു. അതിന് കേടുവന്നപ്പോൾ അവർ തന്നെ ഒരിക്കൽ നന്നാക്കി വീണ്ടും അവർ നന്നാക്കാൻ കൊണ്ടുപോയിരിക്കുന്നു. അപ്പൊ അത് രേഖപ്പെടുത്തി അത് തിരുവാഭരണ കമ്മീഷനുടെ ചുമതലയിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇടയ്ക്ക് തൂക്കം കുറഞ്ഞെന്നൊരു ആരോപണം കേട്ടു. ഇതെല്ലാം ദേവസ്വം ബോർഡ് ഉത്തരവാദിത്തമില്ല ചെയ്തു എന്നൊരു ആക്ഷേപം കേട്ടു. ദ്വാരപാലക ശില്പവുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കിയത്, ആദ്യം ഒരു ശില്പം തയ്യാറാക്കി അവിടെ കൊണ്ടുവന്നപ്പോൾ അതിന്റെ പീഠം പറയുന്നത് ആ ശില്പത്തിന് ചേരുന്നതായിരുന്നു. പകരം അവിടെ ഉണ്ടാക്കി ഒരെണ്ണം സ്ഥാപിച്ചു എന്നാണ് കേട്ടത്. ഇത് രണ്ടാമതുണ്ടാക്കിയ സാധനമോ അല്ലെ ആദ്യം ഉണ്ടാക്കിയ സാധനമോ അവിടെ ഏൽപ്പിച്ചിരുന്നു, പീഠം ഏൽപ്പിച്ചിരുന്നു എന്നൊരു വാദം ആദ്യം. ഇപ്പൊ ഏതായാലും ഒരു പീഠം കിട്ടിയിട്ട് ഇവര് സമർപ്പിച്ചതിൽ ഈ പീഠം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഭക്തനാണ് തീരുമാനിക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ വരവ് രജിസ്റ്ററിലേക്ക് ഇത് എണ്ണപ്പെട്ട് കാണിച്ചു വെച്ചതായിട്ട് അല്ലെങ്കിൽ അവിടെ നടക്കി വെച്ചതായി ഒരു രേഖാപരമായി വന്നിട്ടില്ലെങ്കിൽ അത് അദ്ദേഹത്തിന്റെ തന്നെയായിരിക്കും. അപ്പൊ അത് രേഖയിൽ ഉണ്ടോ എന്നുള്ളതാണ് പ്രത്യേകമായി പരിശോധിക്കുന്നത്. രേഖയിലുണ്ടെങ്കിൽ ഈ ഭക്തൻ ഇഷ്ടം പോലെ വീട്ടിൽ കൊണ്ടുവരികയും തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാൻ പറ്റുന്നതുമല്ല. അപ്പൊ അതില് എന്തായാലും അയ്യപ്പ സംഗമം നടക്കുന്ന കാലത്ത് എതിരാളികൾക്ക് ഒരു കോലാഹലം ഉണ്ടാക്കാൻ ഇത് ഉപകാരപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ശബരിമലയെ തകർക്കാൻ നിൽക്കുന്ന കുറെ ആളുകളുണ്ട് എന്നും അത് ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതും വസ്തുതാപരമായി കാണാം. ഇത് സമർപ്പണമായി നൽകിയ ആൾ തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചതാണ്. ഇതിന്റെ ഒരു സ്വാഭാവികമായിട്ട് ആളുകൾ വിശ്വാസത്തിലെടുക്കുമല്ലോ. പക്ഷെ അതായപ്പോൾ അത് തെറ്റ് എന്ന് തെളിയുന്നു. അപ്പോൾ അയാൾക്ക് പിന്നിൽ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടോ എന്നൊക്കെ സംശയിക്കുന്നുണ്ടോ? ഇല്ലില്ല, അദ്ദേഹത്തെ കുറിച്ച് സംശയിക്കേണ്ട കാര്യമില്ല. ഇത്രയേറെ പണം മുടക്കിയിട്ട് അദ്ദേഹം മൂന്നാം തവണയാണ് ഇത് കുറെ കാലമായിട്ട്. പക്ഷെ അദ്ദേഹമാണ് പറഞ്ഞത് ഈ പീഠം കാണാനില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ബന്ധുവീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഒരു സംശയം. അതൊക്കെ ഓർമ്മക്കുറവ് കൊണ്ട് പറയുന്നതായിരിക്കും. കാരണം വെച്ചാൽ ആദ്യം ഒരു പീഠം തയ്യാറാക്കി കൊണ്ടുവന്നപ്പോൾ അത് ശില്പത്തിന് ചേരുന്നതല്ല എന്ന് മനസ്സിലായി. പിന്നീട് അപ്പോൾ വേറെ ഒന്നും കൊണ്ട് സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ആദ്യം ഇത് രണ്ടെണ്ണം നടക്കി വെച്ച് ഒരു സെറ്റ് നടക്കി വെച്ചിട്ടുള്ളൂ തുടങ്ങിയ കാര്യങ്ങളൊക്കെ രേഖകൾ നോക്കി മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും ഒരു കാര്യത്തിൽ വ്യക്തതയുണ്ട്. നടക്കി വെക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ജാഗ്രതയായ ഒരു മേൽനോട്ടവും അതിന്റെ ഭാഗമായി സംരക്ഷിക്കുന്നവർ തന്നെ എത്ര ഉത്തമവിശ്വാസത്തോടെ സംരക്ഷിച്ചാലും ആക്ഷേപത്തിനിടയില്ലാത്തവർ നടത്തിയില്ലെങ്കിൽ കളങ്ക് മുഴുവൻ ദേവസ്വം ബോർഡിനാകും. എത്ര ഫലപ്രദമായി നിങ്ങൾ ഇടപെട്ടാലും അത് ദേവസ്വം ബോർഡിന്റെ പാഠമാണ്. അതെല്ലാവരും ഉൾക്കൊള്ളണം. ശരി ശരി, വളരെ